ആപ്പിൾ അവരുടെ എല്ലാ പ്രോഡക്റ്റുകളും മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാര്യമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രധാന ഫീച്ചറായിട്ട് പറയുന്നത് പ്രൈവസിയാണ്. പ്രൈവസി എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റയുടെ പുറത്തുള്ള സെക്യൂരിറ്റി. അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ് ഐഫോണിൽ വൈറസ് കയറുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഐഫോണിൽ വൈറസ് ഇൻഫെക്റ്റഡ് ആകുമോ ഇല്ലയോ, അതേപോലെ ഇൻഫെക്റ്റഡ് ആകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, അതേപോലെ ഈവൻ ഇൻഫെക്റ്റഡ് ആയാൽ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ എന്താണ് ഈ വൈറസ് എന്ന് പറയുന്നത്? വൈറസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആണ് യഥാർത്ഥത്തിലൊരു വൈറസ് എന്ന് പറയുന്നത്. അതൊരു ടാർഗറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള കോഡ് അല്ലെങ്കിൽ പ്രോഗ്രാമാണ് ഈ വൈറസ് എന്ന് പറയുന്നത്. ഇങ്ങനെ വൈറസുകൾ നമ്മുടെ ഡിവൈസിൽ ഇൻഫെക്റ്റഡ് ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഒന്നും ഇൻഫെക്റ്റഡ് ആകത്തില്ല. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇൻഫെക്റ്റഡ് ആകുള്ളൂ. അതിലൊന്നാമത്തെ കാര്യമാണ് ജെയിൽ ബ്രേക്കിങ്. നിങ്ങൾ ഈ ഒരു ടേം കേട്ടിട്ടുണ്ടാകും ഓൾറെഡി. നമ്മളുടെ ഡിവൈസ്, നമ്മളുടെ ഐഫോണൊക്കെ നമുക്ക് കുറച്ചും കൂടെ കസ്റ്റമൈസ് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ജെയിൽ ബ്രേക്കിങ്. ഈ ജെയിൽ ബ്രേക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഡിവൈസിലുള്ള ടോട്ടൽ കൺട്രോളാണ് നഷ്ടപ്പെടുന്നത്. അതായത് ആപ്പിൾ തന്നെ നിയമിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ബാരിയേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഡിവൈസ് ഓൾറെഡി ചില കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട്, ആൻഡ്രോയിഡിലൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ ഡിവൈസിൽ നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത. വൺസ് നമ്മുടെ ഡിവൈസ് ജെയിൽ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ തേർഡ് പാർട്ടി അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പല ഡെവലപ്പേഴ്സും നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തേക്കുന്ന പല ആപ്ലിക്കേഷൻസും പല റീപ്പോസും പല ഫേംവേഴ്സും ആയിരിക്കും നമ്മുടെ ഡിവൈസിൽ പിന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. രണ്ടാമത് നമ്മുടെ ഐഫോണിൽ വൈറസ് ഇൻഫെക്റ്റ് ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉള്ള മറ്റൊരു സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് പലരും ഈ വീഡിയോ കാണുന്നവർ പലരും GB വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള പല പ്ലസ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഒന്നും തന്നെ നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ വെളിയിൽ നിന്ന് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസാണ് ഈ പറഞ്ഞ GB വാട്സാപ്പ് അല്ലെങ്കിൽ പ്ലസ് ആപ്ലിക്കേഷൻസ് പറഞ്ഞത്. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും നമുക്ക് വൈറസ് ഇൻഫെക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം നമുക്കറിയത്തില്ല ഇതിൻ്റെ പുറകിൽ ആരാണ് ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്, ഇതിൻ്റെ പുറകിൽ റൺ ചെയ്യുന്ന കോഡുകൾ എന്താണ്, ഇങ്ങനെയുള്ള യാതൊരു കാര്യവും നമുക്കറിയത്തില്ല. നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം നമുക്ക് അൺഈവൻ ആയിട്ടുള്ള ബാറ്ററി ഡ്രെയിനിങ് സംഭവിച്ചേക്കാം. അതായത് കണ്ടമാനം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബാറ്ററി ഡ്രെയിനിങ് അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ യൂസേജ് ഭയങ്കര എക്സസീവ് ആയിട്ടുള്ള യൂസേജ് കൊണ്ട് നമുക്കറിയാം നമ്മുടെ ഫോൺ ചൂടാകും. കാരണം കൂടുതൽ മൊബൈൽ ഡാറ്റ വലിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ചൂടാകും, അതോടൊപ്പം തന്നെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആകും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ തേർഡ് പാർട്ടി അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നേരിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു പക്ഷേ ഒരു സൈഡിൽ നിന്ന് ആരോ നമ്മളുടെ ഡേറ്റാസ് അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. വൈറസുകൾ കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഈ ഒരു ഫീൽഡിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മാൽവേഴ്സും മെയിൻലി നമ്മളുടെ ഡേറ്റ, യൂസർ ഡേറ്റ ഒക്കെ സ്റ്റീൽ ചെയ്യാനും അല്ലെങ്കിൽ നമ്മളെ ട്രാക്ക് ചെയ്യാനും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കാണ് ഈ മാൽവേഴ്സ് അറ്റാക്ക് അല്ലെങ്കിൽ മാൽവേഴ്സ് യൂസ് ചെയ്യുന്നത്. മാൽവേഴ്സിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള മാൽവേഴ്സ് ഉണ്ട്. ഐഫോണിൽ ഇതുവരെ കോമൺ ആയിട്ട് കണ്ടിട്ടും ടെസ്റ്റ് ചെയ്തിട്ടുള്ള മാൽവേഴ്സ് ആണ് ഞാൻ പറയുന്നത്. ഒന്നാണ് ആഡ്വെയർ, ഇത് ഹാർഡ്വെയർ അല്ല ആഡ്വെയർ ആണ്. രണ്ടാമതാണ് സ്പൈവെയർ, മൂന്നാമത് റാൻസം വെയർ. ഇതിൽ ആഡ്വെയർ എന്ന് പറയുന്നത് നമ്മളിൽ പലരും നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്ന പോലെ നമ്മുടെ കലണ്ടേഴ്സ് ആപ്പിൽ റാൻഡമായിട്ട് കുറേ ഇവൻറ്റ്സുകൾ ആഡ് ആവുകയും അതിനെ തുടർന്ന് കോമൺ ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി നമുക്ക് കുറേ നോട്ടിഫിക്കേഷനും പോപ്പപ്പും ഒക്കെ വരികയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇഷ്യൂ ആണ്. ഈ ഒരു ടൈപ്പ് ഓഫ് മാൽവെയറിനെ പല ഐഫോണിലും നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്, പലരും തന്നെ അനുഭവിച്ചിട്ടുള്ളതാണ്. പിന്നെയുള്ളതാണ് റാൻസം വെയർ. റാൻസം വെയർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ടൈപ്പ് ഓഫ് എൻക്രിപ്ഷനാണ്. അതായത് നമ്മൾ നെറ്റിലൊക്കെ ഇതുപോലെ സർഫ് ചെയ്യുകയൊക്കെ ചെയ്ത് ഏതെങ്കിലും ലിങ്കിലൊക്കെ അറിയാതെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തെ ഇത് ബാധിക്കുകയും അതിലൂടെ നമ്മുടെ ഏതെങ്കിലും പേഴ്സണൽ ഫയൽസോ അല്ലെങ്കിൽ ഡാറ്റയോ എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ആ ഫയൽ ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ എൻക്രിപ്റ്റ് ചെയ്ത ആൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിലുള്ള ആൾക്ക് നമ്മൾ ഒരു റാൻസം പേ ചെയ്യണം, അല്ലെങ്കിൽ അവർ പറയുന്ന എമൗണ്ട് പേ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നീട് ആ ഫയൽസ്, നമ്മുടെ പേഴ്സണൽ ഫയൽസ് ആക്സസ് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെയുള്ളതാണ് മൂന്നാമത്തെയാണ് സ്പൈവെയർ എന്ന് പറയുന്നത് ഇതുവരെ ആർക്കും നേരിട്ടിട്ടില്ല. കാരണം ഇങ്ങനൊരു ഇത് ടെസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ നമ്മുടെ ഐഫോണിൽ. ഇങ്ങനെ ടെസ്റ്റ് നടന്ന് സക്സസ്ഫുൾ ആയെന്ന് കണ്ടപ്പോൾ തന്നെ ആപ്പിൾ ഇത് പാച്ച് ചെയ്തായിരുന്നു, അത് ഫിക്സ് ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുവരെ അങ്ങനെ ഒരു പ്രോബ്ലം പിന്നീട് ഉണ്ടായിട്ടില്ല. പിന്നീട് നമുക്ക് നമ്മുടെ ഐഫോൺ ഇൻഫെക്റ്റഡ് ആകാൻ ചാൻസ് ഉള്ള മറ്റൊരു ഏരിയയാണ് നമ്മൾ പബ്ലിക് ആയിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻസിൽ കൊണ്ടുപോയി ഫോൺ ചാർജ് ചെയ്യാൻ ഇടുന്നത്. കാരണം ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയത്തില്ല ആരെങ്കിലും വന്ന് അത് റീപ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള യാതൊരു കാര്യവും നമുക്കറിയത്തില്ല. ജസ്റ്റ് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ വരുമോ എന്തെങ്കിലും ചെയ്താൽ ദയവ് ചെയ്ത് നിങ്ങൾ കഴിവതും ഇതുപോലുള്ള പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസ് ഒഴിവാക്കുക. പിന്നീട് ഇൻഫെക്റ്റഡ് ആകാൻ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊരു ഏരിയയാണ് പബ്ലിക് വൈഫൈ യൂസ് ചെയ്യുക എന്നുള്ളത്. ഇനി നമുക്ക് ഈ പറഞ്ഞ
വൈറസിൽ നിന്നും മാൽവെയർസിൽ നിന്നും നമുക്ക് എങ്ങനെ നമ്മുടെ ഡിവൈസിനെ സേഫ് ഗാർഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് തടയാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട കുറച്ച് മെത്തേഡുകൾ, സ്റ്റെപ്പുകളാണ് ഞാൻ ഇനി പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കീപ്പ് യുവർ ഫോൺ അപ് ടു ഡേറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം പലരും നമുക്ക് ഓരോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരാനകത്ത് ചെറിയ അപ്ഡേറ്റ് അല്ലേ അല്ലെങ്കിൽ വലിയ അപ്ഡേറ്റ് അല്ലേ, ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ എൻ്റെ ബാറ്ററി ഡ്രെയിനിങ് കൂടും, അല്ലെങ്കിൽ ഡിവൈസിൻ്റെ ഇപ്പോൾ ഉള്ള ആ ഒരു ഫ്ലോ പോവും എന്നൊക്കെ കരുതിയിട്ട് അപ്ഡേറ്റുകൾ പലരും മിസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഞാൻ പറയാറുണ്ട്, നമുക്ക് മൈനർ അപ്ഡേറ്റ് ആണെങ്കിലും ആപ്പിൾ കൊണ്ടുവരുന്ന മൈനർ അപ്ഡേറ്റിനകത്ത് മിക്കപ്പോഴും നമുക്ക് സെക്യൂരിറ്റി പാച്ചസ്, ബഗ് ഫിക്സസ് ഒക്കെ കാണും. അതിൽ പ്രധാനമായിട്ടും കേണൽ പ്രിവിലേജസ് ഉള്ള സെക്യൂരിറ്റി പാച്ചസ് അല്ലെങ്കിൽ വൾണറബിലിറ്റീസ് ഫിക്സ് ചെയ്യുന്ന പാച്ചസുകൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഫോണിൽ വരുന്ന അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഫോണിനെ അപ് ടു ഡേറ്റ് ആക്കി വെക്കുക. ഇതുപോലുള്ള മൈനർ അപ്ഡേറ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളരുത്, അതിനകത്തും കാര്യങ്ങളുണ്ട്. ഇതുപോലുള്ള പല ഇഷ്യൂസിനെ അല്ലെങ്കിൽ വൾണറബിലിറ്റീസിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ആപ്പിൾ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ കൊണ്ടുവരുന്നത്. സോ അത് ഡെഫിനറ്റ്ലി ചെയ്യുക. രണ്ടാമതുള്ള കാര്യമാണ് നമ്മളുടെ ആപ്പിൾ ഐഡിയുടെ ആ ഒരു സെറ്റിംഗ്സിലേക്ക് പോയിട്ട് ഇവിടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവുക. അതിലെ മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള 2-factor authentication നിങ്ങൾ മസ്റ്റായിട്ടും എനേബിൾ ചെയ്ത് വെക്കുക. ഇത് നിങ്ങളുടെ ആപ്പിൾ ഐ ഡി വൈസ് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി പോയി എനേബിൾ ചെയ്യുക. മൂന്നാമത്തെ മെത്തേഡാണ് നമുക്ക് സെറ്റിംഗ്സിൽ നമ്മളുടെ ഫോണിൻ്റെ സ്റ്റോറേജ്, അതിനുവേണ്ടി ജനറൽസിൽ പോവുക, ഐഫോൺ സ്റ്റോറേജ്. ഇതിൽ നമ്മൾ പോയി കഴിയുമ്പം ഇതിൽ നമ്മൾ ഇതുവരെ നമ്മുടെ ഐഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് നിങ്ങൾ ജസ്റ്റ് നോക്കുക. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ നിന്ന് നമ്മളത് റിമൂവ് ചെയ്യുക. കാരണം നമുക്കില്ലാത്ത, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ മറ്റെവിടെന്നെങ്കിലും ഇത് ആക്സസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൊഫൈൽ വഴി എവിടെയെങ്കിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് റിമൂവ് ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഡാറ്റ അല്ലെങ്കിൽ സെല്ലുലാറിൻ്റെ ഓപ്ഷൻ, അതിൽ നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സെല്ലുലാർ ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ ആക്സസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാത്തോ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് കാണുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നും റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറേജിൻ്റെ ഓപ്ഷനകത്ത് പോയിട്ട് അവിടെ നിന്ന് റിമൂവ് ചെയ്യുക. പിന്നെയുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ കോൺഫിഗറേഷൻ പ്രൊഫൈലുകൾ, നമ്മളെ സെറ്റിംഗ്സ്, ജനറൽസ്, അതിലേറ്റവും താഴെ VPN ആൻഡ് ഡിവൈസ് മാനേജ്മെൻറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിലായിരിക്കും നമ്മൾ എന്തെങ്കിലും പ്രൊഫൈലുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ GB വാട്സാപ്പ്++, ഇൻസ്റ്റാഗ്രാം ++, ഇതുപോലുള്ള അൺഓതറൈസ്ഡ് ആപ്ലിക്കേഷൻസ് എവിടെ നിന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താലും നമുക്ക് ഇതിനകത്തൊരു പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. എന്തെങ്കിലും അൺനോൺ ആയിട്ടുള്ള പ്രൊഫൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. കാരണം അതിലൂടെ നമ്മുടെ ഡാറ്റ ആക്സസ് ചെയ്യാൻ, മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെയുള്ളതാണ് കലണ്ടർ പോപ്പപ്പ്. ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ സെറ്റിംഗ്സിൽ പോയി കഴിയുമ്പോൾ നമ്മുടെ കലണ്ടേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കലണ്ടേഴ്സിൽ ഈ ഒരു അക്കൗണ്ട്സിൻ്റെ ഓപ്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞ ആഡ്വെയർ, എന്തെങ്കിലും ആഡ്വെയർ പോപ്പപ്പുകൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കലണ്ടേഴ്സിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അത് ഇവിടെ കാണാം. അപ്പം നമ്മൾ ഇതുവരെ ആഡ് ചെയ്യാത്ത ഏതെങ്കിലും അക്കൗണ്ട് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടുന്ന് അത് റിമൂവ് ചെയ്യുക. ആൻഡ് ഏറ്റവും അവസാനം നമ്മുടെ ഡിവൈസിൽ നമ്മളിപ്പം ഈ ഒരു കൺട്രോൾ സെൻറ്ററിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ പ്രൈവസിയുടെ ഭാഗമായിട്ട് നമുക്ക് പ്രൈവസി ലേബലുകൾ കാണാൻ സാധിക്കും. ഇതിലിപ്പം ക്യാമറ ഒക്കെ ഓപ്പൺ ചെയ്തുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ പറഞ്ഞ 3 സംഭവങ്ങൾ, ക്യാമറ, മൈക്രോഫോൺ, ലൊക്കേഷനൊക്കെ കാണിക്കുന്നത്. ഇതല്ലാതെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മളുടെ പ്രൈവസി ലേബൽസ് ഏതെങ്കിലും കാണിക്കുന്നുണ്ട്, ഇതുപോലെ നമ്മുടെ ലൊക്കേഷൻ, മൈക്രോഫോൺ, ക്യാമറ ഒക്കെ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ യൂസർ ഡാറ്റ ബാക്കപ്പ് എടുക്കുക. അതിനുശേഷം DFU റീസ്റ്റോർ ചെയ്യുക. നമ്മുടെ ഡിവൈസ് കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർ റീസ്റ്റോർ ചെയ്യുക. കാരണം വൺസ് നമ്മൾ DFU മോഡിൽ റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിലുള്ള സകല കാര്യങ്ങളും OS മൊത്തത്തിൽ അല്ലെങ്കിൽ ഫേംവെയർ മൊത്തം ക്ലീൻ ആയിട്ട് റീഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ഈ പറഞ്ഞ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫയൽസ് എല്ലാം അതോടൊപ്പം പോവും, നമുക്ക് ഡിവൈസ് ക്ലീൻ ആയിട്ട് കിട്ടും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് ഏറ്റവും അവസാനം പലരുടെയും ഈ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ചോദ്യമാകാം, പലരും ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ഡിവൈസിൽ എന്തെങ്കിലും ആൻറ്റി വൈറസുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണോ എന്നുള്ളത്. ഞാൻ പറയാം, നമ്മളുടെ OSലൊന്നും ആൻറ്റി വൈറസിൻ്റെ ഒരു ആവശ്യമില്ല, നമ്മുടെ ഐഫോണിൽ യാതൊരു ആവശ്യമില്ല. കാരണം നമ്മൾ കാണിക്കുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ കൊണ്ടാണ് നമുക്കിങ്ങനെ സംഭവിക്കുന്നത്. സോ ഇതൊക്കെ നമ്മൾ വളരെ ബോധത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സോ ആ ഒരു കാര്യം നിങ്ങൾ വാച്ച്ഫുൾ ആയിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.